ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോക്ക് നമ്മൾ ചെറിയൊരു ഓഫറും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ W26 Pro ആണ്. ബോക്സിൽ W26 Plus ആണെങ്കിൽ ഇത് W26 Pro ആണ്. W26ൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പോപ്പുലറായ ഒരു ബ്രാൻഡും കൂടിയാണ് W26. അതിൻ്റെ ഒരു Pro വേർഷനാണ് ഈ ഒരു കാണുന്നത്. ബോക്സൊക്കെ സെയിം ആണെങ്കിലും ഏകദേശം ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ ഇവിടെ കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബോക്സിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ്, ഇതിൻ്റെ മോഡൽ നെയിം, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങളും മെയിൻ ഫീച്ചേഴ്സും പാക്കേജിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബോക്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആദ്യം തന്നെ വാച്ചാണ് ലഭിക്കുന്നത്. അത് മാറ്റി വെക്കാം. പിന്നെ ബോക്സിനകത്ത് നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കാം. ഒരു ചാർജർ, മാഗ്നറ്റിക് ചാർജറാണ്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് ഒരു യൂസർ മാനുവലും. ചൈനീസിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഈ ഒരു യൂസർ മാനുവൽ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാച്ചിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് W26 Pro. ഇതിൻ്റെ ഓരോ വേർഷനിലും ആ ഒരു iWatchൻ്റെ സീരീസ് 6നോട് സാമ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോരോ അധിക ഫീച്ചേഴ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഈ ഒരു വാച്ചിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് ഒരു മെയിൻ ബട്ടൺ ഉണ്ട്. പണ്ടത്തെ ഒരു സ്ക്രോളിങ്ങിൽ വർക്കാവില്ലായിരുന്നു, ജസ്റ്റ് ഒരു ഷോ ഓഫ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പം നമുക്കിത് വർക്കാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയായിട്ട് മൈക്രോഫോൺ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ തൊട്ട് ഈ ഒരു സൈഡിൽ സ്പീക്കർ ഗ്രില്ലും കാണുന്നുണ്ട്. ഇനി ബാക്കിൽ ഹേർട്ട് റേറ്റ് സെൻസർ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പിനെ കുറിച്ച് പറയുക, അത്യാവശ്യം മോശമില്ലാത്തൊരു കിടിലൻ സിലിക്കോൺ സ്ട്രാപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിത് എളുപ്പം ഊരി മാറ്റാനായിട്ട് കഴിയും. ഊരി മാറ്റിയിട്ട് നെക്ക് സ്ട്രാപ്പോ അല്ലെങ്കിൽ മെറ്റൽ സ്ട്രാപ്പോ എക്സ്ട്രാ പെയ്ഡ് ചെയ്തിട്ട് വാങ്ങി ഉപയോഗിക്കാനും കഴിയും. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സ്ട്രാപ്പ് ഊരി മാറ്റാനായിട്ട് കഴിയും. നമുക്ക് ഇത് ഓണാക്കാനായിട്ട് ഈ ഒരു മെയിൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഒരു വൈബ്രേഷനോടുകൂടി ഓണായിട്ടുണ്ട്. അതിന് നമുക്കിതിൻ്റെ വാൾപേപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. 1, 2, 3. ഈ ഒരു 3 വാൾപേപ്പേഴ്സ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പേടിക്കേണ്ട. മറിച്ച് 39 വാൾപേപ്പേഴ്സ് നമുക്കിതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഗാലറിയിലെ ഏത് ഫോട്ടോ ഇതിൽ ആഡ് ആക്കാൻ കഴിയും. അതേ ക്വാളിറ്റിയിൽ തന്നെ ആഡ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അതൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമുക്കിതിൻ്റെ മെനു ബാറിലേക്ക് പോവാം. അത്യാവശ്യം ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ iWatch സീരീസ് 6ൽ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രോൾ വർക്കിംഗ് ആണ്. മാത്രമല്ല ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹേർട്ട് റേറ്റ് സെൻസർ തുടങ്ങിയ സ്ലീപ്പ് റേറ്റ് തുടങ്ങിയ മിക്ക എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കൂടാതെ നമുക്കിതിൽ വേക്കപ്പ് ഗസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് മ്യൂസിക്, ഫൈൻഡ് മൈ ഡിവൈസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു മെനു ബാറിൽ തന്നെയുണ്ട്. ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും, അതുപോലെ തന്നെ ഈ എന്ന് പറയുന്നത് വാച്ചിനെ കുറിച്ചുള്ള എബൌട്ടാണ്. വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ബാറ്ററി ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ഒരു അലാറം, പിന്നെ QR കോഡ്, ആപ്പിൻ്റെ QR കോഡ് ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ 9 ആപ്സും സ്മാർട്ട് സ്റ്റൈൽ. ഇപ്പോൾ സ്മാർട്ട് സ്റ്റൈലായില്ലേ. 9 ആപ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഡിസൈനിലേക്ക് നമ്മുടെ മെനു ബാർ മാറും. ഈ ഒരു ഡിസൈനിലേക്ക് മെനു ബാർ മാറും. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ക്യാമറയുടെ ലോഗോ കാണുന്നത് നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോണിൽ ഫോട്ടോ എടുക്കാനായിട്ട് കഴിയും. ആ ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഹേർട്ട് റേറ്റ് സെൻസറൊക്കെ പക്ക വർക്കിംഗ് തന്നെയാണ്, ഒരു പ്രോബ്ലവും ഇല്ല. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും കാണാനായിട്ട് കഴിയും. വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, സൈക്ലിംഗ്, ബാസ്ക്കറ്റ് ബോൾ തുടങ്ങിയ മിക്ക എല്ലാ iWatch സീരീസ് 6ൽ കാണുന്ന ഒട്ടുമിക്ക എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും ഇതിലും കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ലഭിക്കുന്ന ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ സിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പവർ ഓൺ ചെയ്യാൻ, ഓൾറെഡി പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു QR സ്കാൻ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിലോ MACT എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ശേഷം അത് നമുക്ക് ഇനി ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യാം നമ്മുടെ ഈ ഒരു വാച്ച്. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൊക്കേഷൻ ഓൺ ആക്കണം. ശേഷം ഈ ഒരു MACT എന്ന് പറഞ്ഞൊരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം. താഴെയായിട്ട് ഹോം, സ്പോർട്സ്, ഡിവൈസ്, മെയിൻ
അതിൽ ഡിവൈസ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലായിട്ട് ആഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നമുക്ക് സെർച്ച് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓൺ സ്പോട്ട് നമുക്കിവിടെ വാച്ച് 6 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഓക്കെ, കണക്റ്റഡായി, ആപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻ ഡിവൈസ്. ഇതൊരു കിടിലൻ ഫീച്ചറാണ്. നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ വാച്ച് മിസ്സായിട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ വാച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ വാച്ചിൽ നിന്ന് ഫോൺ നമുക്ക് കണ്ടുപിടിക്കാനും കഴിയും. പിന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാവിധ നോട്ടിഫിക്കേഷനും നമുക്കിത് എനേബിൾ ആക്കാൻ കഴിയും. പിന്നെ അടുത്തതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, വാച്ച് ഫേസ് പുഷ്. ഇതൊരു കിടിലൻ ഫീച്ചറാണ്. ഇത് ക്ലിക്ക് ചെയ്യാൻ ഡയൽ സെൻറ്റർ, കസ്റ്റം എന്ന് പറഞ്ഞിട്ട് രണ്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഒരു കസ്റ്റം ബട്ടണിൽ പോയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഗാലറിയിലത്തെയൊക്കെ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഡയൽ സെൻറ്ററിൽ പോയാൽ ഇത്രയും 39ഓളം വാച്ച് ഫേസ് നമുക്കിതിൽ ആഡ് ഉണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് ആഡ് ആക്കാൻ കഴിയും. എല്ലാം അടിപൊളി വാച്ച് ഫേസസ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു നല്ല കിട്ടിലൊരു വാച്ച് ഫേസ് ആഡ് ആക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആഡ് ആക്കാം. താഴെ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ സ്റ്റാർട്ട് സിങ്കിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, അത് ക്ലിക്ക് ചെയ്യാൻ. പ്ലീസ് വെയിറ്റ്. അപ്പോൾ ഏകദേശം ഒരു 100% വരെ നമുക്കിവിടെ ഏകദേശം ഒരു 10 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാവും. ഓക്കെ, പക്ക ക്വാളിറ്റിയിലവിടെ വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടില്ലേ? എന്നാൽ നമുക്ക് കസ്റ്റം ഫീച്ചേഴ്സ് നോക്കാം. അതിന് കസ്റ്റം എന്ന ക്ലിക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയും. മുകളിലായിട്ട് സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാൻ. ഗാലറി, പക്ഷെ നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഗാലറിയിലത്തെ ആവശ്യത്തിന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, സ്റ്റാർട്ട് സിങ്കിങ്. കണ്ടോ? നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വാച്ചിൽ വന്നിട്ട്. പിന്നെ വേറൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് ഇത് ഏകദേശം ബ്ലാക്ക് ഓൺ ദ സ്പോട്ട് അത് എഫക്റ്റ് ആവുന്നുണ്ട്. ഗ്രീൻ, ബ്ലൂ, ഓൺ ദ സ്പോട്ട് നമുക്ക്. പിന്നെ കുറച്ചും കൂടി ഇതിന് ടൈം പൊസിഷന്, അതുപോലെ തന്നെ എബൌട്ട് ടൈം, ബിലോ ടൈം എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് കയ്യിൽ കെട്ടി നോക്കാം. ഏതൊരാൾക്കും നമുക്ക് കൈക്ക് ചേരുന്ന ഇനത്തിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. 44 mm തന്നെയാണ് സൈസ്. അതുപോലെ തന്നെ നമുക്ക് വേക്കപ്പ് ഗസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. വേക്കപ്പ് ഗസ്റ്റർ ഓൺ. ഓക്കെ, പക്ക വർക്കിംഗ് ആണ്. നല്ല ഫാസ്റ്റിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 1900-2000 അടുക്കാണ് ഇതിൻ്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഡിസ്കൗണ്ടും കഴിച്ചിട്ട് ഏകദേശം 1699 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാനാകും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ W26 Proൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ചീപ്പ് റേറ്റിൽ നമുക്ക് ഏറ്റവും ക്വാളിറ്റി കൂടിയത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതുമായ ഒരു വാച്ച് എന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.